രാധാദേവിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ രാധാദേവി കണ്ടൊരു കാഴ്ച എന്നുള്ളത് തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ അടിമുടി രാധാറാണിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ്, ഇതിൽ എവിടെയാണ് ദേവി ഞാൻ സിന്ദൂരം ചാർത്തേണ്ടേ? ആരെയാണ് ദേവി ഞാൻ വിവാഹം ചെയ്യേണ്ടത്? എന്നെ തന്നെയാണ് ഞാൻ വിവാഹം ചെയ്യേണ്ടത്. ആ എന്നെ തന്നെയാണ് ഞാൻ സിന്ദൂരം ചാർത്തേണ്ടത് ചോദിക്കുകയാണ്. ഞാൻ ദേവിയെ കാണുന്നത് എന്നിൽ തന്നെയാണ്. ആ എന്നിൽ തന്നെയാണ് ഞാൻ വിവാഹം ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഭഗവാന്റെയും രാധാദേവിയുടെയും പ്രണയത്തെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അത്രയും പവിത്രമായ പ്രണയമാണ് രാധാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും. പരിശുദ്ധമായ ഒരു പ്രണയത്തെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. രാധാമാധവ പ്രണയം എന്നുള്ളത് പ്രപഞ്ചത്തിൽ ഒന്നും അതിന് പകരം വെക്കാനായിട്ടില്ല എന്നുള്ളതാണ്. അത്രയും സവിശേഷതയാർന്ന പ്രണയമാണ് രാധാമാധവ പ്രണയം. ഭഗവാൻ വൃന്ദാവനം ഉപേക്ഷിച്ചിട്ട്, ഭഗവാന്റെ ഇഷ്ട സ്ഥലമാണ് വൃന്ദാവനം. എന്താണ് ഭഗവാന് വൃന്ദാവനം ഇഷ്ടമാവാനുള്ള കാരണം? തന്റെ പ്രാണപ്രിയയുള്ളത് വൃന്ദാവനത്തിലാണ്. തന്റെ പ്രാണപ്രിയ രാധയുള്ളത്. അങ്ങനെ ഭഗവാൻ രാധാദേവിയെയും വൃന്ദാവനവും ഉപേക്ഷിച്ചിട്ട് പോവാൻ നിൽക്കുകയാണ് മധുരയിലേക്ക്. ഭഗവാന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാവാനായി. അപ്പൊ ഭഗവാൻ മധുരയിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ വാർത്ത അറിഞ്ഞിട്ട് രാധാദേവി ഓടി വരികയാണ്. കാരണം തന്റെ പ്രാണപ്രിയൻ പോവാണല്ലോ, തന്നെയും തന്റെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വൃന്ദാവനം ഉപേക്ഷിച്ചിട്ട് പോവാണല്ലോ. അങ്ങനെ രാധാദേവി ഓടി വരികയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അരികിലേക്ക്. വരുന്ന സമയത്ത് ദേവിയുടെ കയ്യിൽ സിന്ദൂരം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആയിട്ടാണ് ദേവി ഓടി വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോട് പറഞ്ഞിട്ട് തന്നെ വിവാഹം ചെയ്തിട്ട് കൂടെ കൊണ്ടുപോകാനായിട്ട് ആവശ്യം പറയാൻ വേണ്ടി ഓടി വരികയാണ്. അങ്ങനെ രാധാദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് തന്റെ സങ്കടം അറിയിക്കുകയാണ്. തനിക്കൊരിക്കലും എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണനെ പിരിയാൻ സാധിക്കില്ല. അങ്ങ് പോവുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകാൻ പറയാണ്. അതെങ്ങനെ കൊണ്ടുപോകണം? എന്നെ വിവാഹം ചെയ്ത് കൂടെ കൊണ്ടുപോകാൻ പറയാണ്. കൃഷ്ണ, അങ്ങയുടെ പ്രാണപ്രിയയല്ലേ ഞാന്, അങ്ങക്ക് എന്നെ വിവാഹം ചെയ്ത് കൂടെ കൊണ്ടുപോയിക്കൂടെ ചോദിക്കുകയാണ് രാധാദേവി. അപ്പൊ രാധാദേവിയുടെ സംസാരത്തില്, രാധാദേവിയുടെ ചോദ്യത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹം തല താഴ്ത്തി നിന്ന് പോകുകയാണ്. കാരണം രാധാദേവിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല ദേവൻ ആകെ തളർന്നു പോയി. ഓരോ ചോദ്യങ്ങൾക്കും മുൻപിലും ഓരോ ചോദ്യങ്ങൾക്കും മുൾമുനയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ആകെ തല താഴ്ത്തി നിന്ന് തിരിഞ്ഞു നിന്ന് പോയി. അപ്പൊ രാധാദേവി ചോദിക്കുകയാണ്, നീ എൻ്റെ അടുത്തൊന്നും സംസാരിക്കാത്തത്? നിനക്കൊന്നും പറയാൻ സാധിക്കുന്നില്ലേ? നീ എന്നെ വിവാഹം ചെയ്ത് കൂടെ കൊണ്ടുപോകണമെന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രാധാദേവി. അപ്പൊ ഒന്നും പറയാൻ സാധിക്കാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാദേവിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ രാധാദേവി കണ്ടൊരു കാഴ്ച എന്നുള്ളത് തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ അടിമുടി രാധാറാണിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ്, ഇതിൽ എവിടെയാണ് ദേവി ഞാൻ സിന്ദൂരം ചാർത്തേണ്ടേ? ആരെയാണ് ദേവി ഞാൻ വിവാഹം ചെയ്യേണ്ടത്? എന്നെ തന്നെയാണ് ഞാൻ വിവാഹം ചെയ്യേണ്ടത്. ആ എന്നെ തന്നെയാണ് ഞാൻ സിന്ദൂരം ചാർത്തേണ്ടത് ചോദിക്കുകയാണ്. ഞാൻ ദേവിയെ കാണുന്നത് എന്നിൽ തന്നെയാണ്. ആ എന്നിൽ തന്നെയാണ് ഞാൻ വിവാഹം ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. രാധാദേവിക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ശ്രീകൃഷ്ണൻ താൻ തന്നെയാണ്. ശ്രീകൃഷ്ണന് രാധാദേവിയിൽ അത് പൂർണ്ണതയിൽ എത്താൻ സാധിക്കില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനിൽ താൻ കാണും തന്നെ തന്നെയാണ്. പിന്നെ താൻ എന്ത് മറുപടി പറയും? അങ്ങനെ രാധാദേവി ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇനിയൊന്നും പറയാൻ സാധിക്കില്ല. കാരണം അടിമുടി തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അടിമുടി രാധാറാണിയായിട്ട് താൻ തന്നെയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആ ഒരു ദേവനോട് ഞാൻ എന്ത് ചോദിക്കും? അങ്ങനെ മനന്നുറുങ്ങുന്ന വേദനയിലും ദേവനെ പോവാനുള്ള അനുവാദം നൽകുകയാണ് ദേവി. അങ്ങനെ ഭഗവാൻ ദേവിക്കൊരു അനുഗ്രഹം കൊടുത്തു. എന്നെ കുറിച്ചിട്ട് ചൊല്ലുന്നവർ തന്നെ നിന്നെ കുറിച്ച് പാടി സ്തുതിക്കാൻ തുടങ്ങും. എന്റെ നാമത്തിനോടൊപ്പം തന്നെ നിന്റെ നാമം കൂടെ ചേർത്ത് ചൊല്ലിയാലാണ് ഞാൻ സംതൃപ്തനാവുള്ളൂ. അങ്ങനെയാണ് ഭഗവാന്റെ നാമങ്ങൾക്കൊപ്പം രാധാദേവിയുടെ നാമങ്ങളും ഉച്ചരിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ് രാധേശ്യാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.